ഞാൻ എത്തിയിട്ടുള്ളത് ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് പറയാൻ വേണ്ടിയിട്ടാണ്. നമ്മളെല്ലാം അറിഞ്ഞതാണ്, ലാസ്റ്റ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏപ്രിൽ 10-ാം തീയതി നമ്മുടെ ALPയുടെ നോട്ടിഫിക്കേഷൻ വരുമെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോട്ടിഫിക്കേഷൻസ് ഡിക്ലെയർ ആയിട്ടുണ്ട്, ഒഫീഷ്യലി നമ്മുടെ വെബ്സൈറ്റുകളിലൊക്കെ വന്നിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ALP ആണ് അല്ലെ, അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിന്റെ നോട്ടിഫിക്കേഷൻസ് ആണ് ഇപ്പോൾ റിലീസ് ആയിട്ടുള്ളത്. അതിൽ നോക്കിയ 2025 കാറ്റഗറി നമ്പർ 01-2025 ആണ് കാറ്റഗറി നമ്പേഴ്സ് വരുന്നത്. അതിൽ വരുന്ന വേക്കൻസീസ് എന്തൊക്കെയാണ്, സിലബസ് എന്തൊക്കെയാണ്, അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ആണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. അപ്പൊ അതിന്റെ ഫസ്റ്റ് പേജ് നിങ്ങൾ ആ സ്ക്രീനിൽ നോക്കിയാൽ മതി. നിങ്ങൾക്ക് അപ്ലിക്കേഷൻ ഡേറ്റ് അല്ലെ, അപ്ലിക്കേഷൻ ഡേറ്റ് ഓപ്പൺ ആയിട്ടുള്ളത് 12-ാം തീയതിയാണ്. ഓൾറെഡി സ്റ്റാർട്ട് ആയിട്ടുണ്ട്. 12 ഏപ്രിലാണ്, 12/4/2025 സ്റ്റാർട്ട് ആയിട്ടുള്ളത്. ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് മെയ് 11 ആണ് കേട്ടോ. 11/5 അല്ലെ, മെയ് 11-ാം തീയതിയാണ് അപ്ലിക്കേഷൻസ് ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത്. പേയ്മെന്റ് എടുക്കാനുള്ള ഡേറ്റും അതുപോലെ മോഡിഫിക്കേഷൻ ഡേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് 13/5 14/5 ആണ്. മെയ് 13 മെയ് 14 ആണ് ഡേറ്റ് വരുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള താഴത്തെ ആ ബോക്സ് നോക്കിയ മക്കളെ, താഴത്തെ ബോക്സിൽ നമുക്ക് പറയുന്നത് ലോക്കപ്പ് അല്ലേ, പേ സ്കെയിൽ എന്ന് പറഞ്ഞാൽ 7th പേ സ്കെയിൽ ആണ്. ലെവൽ 2 ആണ് കാറ്റഗറി വരുന്നത്. ഇനീഷ്യൽ പേ ആണ് ഇവിടെ, ഇനീഷ്യൽ പേ ആണ് പറയുന്നത് എത്രയാണ്, 19,900 എന്ന് പറയുന്നത്, 19,900 എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഇനീഷ്യൽ പേ ആണ്. അതിന്റെ കൂടെ TAD അങ്ങനത്തെ കുറെ എലവൻസും കാര്യങ്ങളും പെർ കിലോമീറ്റേഴ്സ് ട്രാവലിംഗ് ചെയ്യുന്നതിന് ഒരു പെർട്ടിക്കുലർ എമൗണ്ട് എല്ലാം കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏകദേശം ഒരു 50 to 60,000 അടുത്ത് ഇനീഷ്യൽ പേ സ്കെയിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഏകദേശം മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ A1 കാറ്റഗറിയാണ്. അതിന് കണ്ണുകൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവങ്ങൾ വരുന്നുണ്ട്. പിന്നെ എന്ന് പറയുന്നത് എന്താണ്, ഏജ് ഓൺ ഡേറ്റ് നോക്കിയാൽ മതി. 1/7/2025 18-നും 30 ഇയർ വയസ്സിനും ഇടയിലുള്ളവരായിരിക്കണം അപ്ലൈ ചെയ്യേണ്ടത്. ഓരോ ടോട്ടൽ വേക്കൻസി എല്ലാ സോണുകളിലും ആയിട്ടുള്ള വേക്കൻസി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് 9,970, അതായത് 9,970 വേക്കൻസിയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് എന്താണ്, എല്ലാ ഇയറും എന്താണ് നമുക്ക് നോട്ടിഫിക്കേഷൻ വരുമെന്നാണ് ഇപ്പോൾ ഈ ഒരു റിലീസ് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി എല്ലാ ഇയറും എന്ത് ചെയ്യുന്നുണ്ട്, റെയിൽവേസ് SSC പോലെ റെഗുലർ ആയിട്ട് എല്ലാ വർഷവും നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, ALP സെക്കൻഡ് സ്റ്റേജിന്റെ എക്സാം ഇപ്പം നടക്കാൻ പോകുന്നതേ ഉള്ളൂ. അപ്പൊ അതിന്റെ ഒക്കെ എക്സാംസ് ഇപ്പം വരുന്ന മാസങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, എക്സാം ഷെഡ്യൂൾഡ് ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ ഉടനെ തന്നെ എന്ത് ചെയ്യുന്നുണ്ടാവും, ഇതിന്റെ ആ ഒരു പ്രൊസീജിയർ ഇനി ഒട്ടും വൈകിക്കില്ല. എല്ലാ ഇയറും പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ റിക്രൂട്ട്മെന്റ് പ്രൊസീജിയേഴ്സ് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ അതിന്റെ A1 ഫിസിക്കൽ മെഡിക്കൽ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് മെഡിക്കൽ ഫിറ്റ്നസ് എന്തൊക്കെയാണെന്ന് നോക്കിയാൽ, A1 സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ എന്താണ്, ജനറൽ ഫിറ്റ്നസ് എന്ന് പറയുമ്പോൾ ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം. എല്ലാ കാര്യങ്ങളും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എന്താണ്, വിഷൻ സ്റ്റാൻഡേർഡ് ആണ്. വിഷൻ സ്റ്റാൻഡേർഡിൽ ഡിസ്റ്റൻസിൽ എത്ര ആയിരിക്കണം, 6/6 വിഷൻ ആയിരിക്കണം. വിത്തൗട്ട് ഗ്ലാസസ് 6/6 തന്നെയാണ് വരുന്നത്. വിത്തൗട്ട് ഗ്ലാസസ് വിത്ത് ഫോക്കിംഗ് ടെസ്റ്റ് ആണ് അല്ലെ, 6/6 വിഷൻ വരണം. മസ്റ്റ് നോട്ട് അക്സെപ്റ്റഡ് +2D. ഒരു തരത്തിലുള്ള ഗ്ലാസ് കാര്യങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അതിൽ അക്സെപ്റ്റബിൾ ആയിരിക്കില്ല. പിന്നെന്താണ് പറയുന്നത്, നിയർ വിഷനും എത്രയായിരിക്കും, SN റേഷ്യോ എന്ന് പറഞ്ഞാൽ 0.6 വിത്തൗട്ട് ഗ്ലാസസ് ആണ്, വിത്തൗട്ട് ഗ്ലാസസ് ആണ്. ആൻഡ് മസ്റ്റ് പാസ് ദ ടെസ്റ്റ് ഫോർ, അതായത് നമുക്ക് ഇത് കഴിഞ്ഞാൽ നമുക്ക് സെലക്ഷൻ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആ മെഡിക്കൽ പ്രൊസീജിയേഴ്സിൽ എന്തൊക്കെ പാസ് ആയിരിക്കണം, അതേപോലെ കളർ വിഷന്റെ, അതേപോലെ നൈറ്റ് ബ്ലൈൻഡ്നസ്, കളർ വിഷൻസ്, അങ്ങനെ എന്താണ് ബൈനോക്കുലർ വിഷൻസ്, ഫീൽഡ് ഓഫ് വിഷൻസ്, അതേപോലെ എന്താണ് മീസോപിക് വിഷൻസ്. ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, പാസ്സായിരിക്കണം. ടെസ്റ്റിന്റെ സമയത്ത് പാസ്സായിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിൽ ക്വാളിഫൈ ആവുള്ളൂ. അപ്പൊ A1 സ്റ്റാൻഡേർഡ് എപ്പോഴും കീപ്പ് ചെയ്യണം. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് എപ്പോഴും ഡൗട്ടാണ് ഏത് ഏജ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും, ഏജ് റിലാക്സേഷൻ എന്താണ്. ആ ചാർട്ട് നോക്കിയേ. ഏജ് എന്ന് പറയുന്നത് 1/7/2025 18-നും 30 വയസ്സുകൾക്കും ഇടയിലുള്ളതായിരിക്കണം. അതിൽ SC ST കാറ്റഗറി ആണെങ്കിൽ 5 ഇയേഴ്സിന്റെ ഏജ് റിലാക്സേഷൻ വരുന്നുണ്ട്. OBC ആണെങ്കിൽ 3 വർഷമാണ് വരുന്നത്. അതേപോലെ താഴോട്ടേക്ക് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും, ഓരോ പെർട്ടിക്കുലർ കാറ്റഗറിക്ക്, ഓരോ ഡിഫറെന്റ് കാറ്റഗറിയിലേക്ക് വരുന്നതിനനുസരിച്ച് ഏജ് റിലാക്സേഷൻസ് മാക്സിമം എത്ര വരെ പറ്റുന്നുണ്ട്, 43 വയസ്സ് വരെയൊക്കെ 45 വയസ്സ് വരെയൊക്കെ പറ്റുന്നുണ്ട് SC ST കാറ്റഗറിയിൽ വരുന്നത്. അപ്പോൾ ആ കാര്യങ്ങൾ കൂടി നിങ്ങൾ എന്ത് ചെയ്യാൻ ഒന്ന് ചെക്ക് ചെയ്യാം. ഞാൻ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് പറഞ്ഞിട്ടുള്ളൂ. അതിൽ എക്സ് സർവീസ് മാൻ വരുന്നുണ്ട്, എക്സ് സർവീസ് വിഡോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആവശ്യമുള്ള ഏജ് റിലാക്സേഷൻ നിങ്ങൾക്ക് എലിജിബിൾ ആണോ അല്ലോ എന്ന് ചെക്ക് ചെയ്യാം. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഏജ് ലിമിറ്റ് ഒന്നും കൂടി നമുക്ക് പറയാം. എന്താണ്, അപ്പർ ബർത്ത്, ഡേറ്റ് ഓഫ് ബർത്ത് അപ്പറും എത്രയാണ് ലോവറും നോക്കാം. ജനറൽ കാറ്റഗറി അൺറിസർവ്ഡ് അല്ലെങ്കിൽ OBC ക്രീമി ലെയർ അല്ലെങ്കിൽ EWS കാറ്റഗറി ആണെങ്കിൽ ആള് അപ്പർ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ഏറ്റവും മാക്സിമം ജനിച്ച വർഷം എന്ന് പറയുന്നത് 2/7
1995 അങ്ങനെ ജനിച്ചവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതിൽ അപ്പർ ഏജ് ലിമിറ്റ് ആയിട്ട് പറയുന്നുള്ളൂ. അതൊരു നോൺ ക്രീമി ലെയർ OBC ആണെങ്കിൽ 0 to എത്രയാണ് 2/7 അല്ലെ, ജൂലൈ 2, 1992. അത് SC/ST ആണെങ്കിൽ 2/7/1990 വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതേപോലെ എന്താണ് ലോവർ ഏജ് ലിമിറ്റ് 2007, 1/7/2007 ശേഷം ജനിച്ചവർക്കൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ആ ഏജ് റിലാക്സേഷന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാം, ഒന്ന് ചെക്ക് ചെയ്യാം. നിങ്ങൾ ഏത് കാറ്റഗറി ആണോ ആ കാറ്റഗറിയുടെ എന്ത് വേണം, നോൺ ക്രീമി ലെയർ ആണ്, നോൺ ക്രീമി ലെയർ SC/ST ആണെങ്കിൽ ആ സർട്ടിഫിക്കറ്റ്, ഹാൻഡിക്യാപ്ഡ് ആണെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, എടുത്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, പിന്നെ വേറൊരു കാര്യം കൂടി, ഈ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്നത് മെട്രിക്കുലേഷൻ SSLC ബുക്കിന് തുല്യമായിട്ടുള്ള ഒരു എന്തായിരിക്കണം, സെയിം ആയിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്ത് ആയിരിക്കണം നിങ്ങൾ ഇവിടെ എൻറ്റർ ചെയ്യേണ്ടിയിരിക്കുന്നത്. പിന്നെ ആപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുന്നത് എന്താണ്, ഓൾ കാൻഡിഡേറ്റ്സ് എത്രയാണ്, 500 rupees ആണ് വരുന്നത്. ഫസ്റ്റ് സ്റ്റേജ് അപ്പിയർ ചെയ്ത് കഴിഞ്ഞാൽ റിമൈനിങ് എമൗണ്ട് 400 എമൗണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തന്നെ റീഫണ്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ SC/ST, അതേപോലെ എക്സ് സർവീസ്, ഫീമെയിൽസ്, ട്രാൻസ്ജെൻഡേഴ്സ്, അതേപോലെ മൈനോറിറ്റി ഓർ എക്കണോമിക്കലി ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയിൽ എത്രയാണ്, 250 രൂപയാണ്. ഫസ്റ്റ് സ്റ്റേജ് എക്സാംസ് അപ്പിയർ ചെയ്ത് കഴിഞ്ഞാൽ അതേ എമൗണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് റീഫണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തന്നെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റേജ് നിങ്ങൾ എഴുതുന്നുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് എഷ്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവങ്ങൾ പറയുന്നത്. ഓക്കെ, അതിൽ തന്നെ 2 ടൈപ്പുകളുണ്ട്. ഡെബിറ്റ് കാർഡ് വെച്ചിട്ട് UPI ഒക്കെ വെച്ചിട്ട് അക്സെപ്റ്റബിൾ ആണ്. ഇതിൽ ചലാൻ മോഡ് ഇല്ല കേട്ടോ, ഓൺലൈൻ മോഡ് വഴി മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഓക്കെ, പിന്നെ റിക്രൂട്ട്മെന്റ് പ്രോസസ് ആണ്. റിക്രൂട്ട്മെന്റ് പ്രോസസ് നോക്കിയാൽ റിക്രൂട്ട്മെന്റ് പ്രോസസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരുന്നുണ്ട്, നിങ്ങൾക്ക് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ CBT1 അല്ലെ, കോമൺ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് വരുന്നത് ഫസ്റ്റ് സ്റ്റേജിന്റെ. പിന്നെ CBT2 ഉണ്ട്, അതും ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ്, ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകളാണ് വരുന്നത്. അതെന്തായിരിക്കും, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് വരുന്നത്. പിന്നെ എന്താണ് വരുന്നത്, CBAT, അതൊരു സൈക്കോമെട്രി ടെസ്റ്റ് ആയിരിക്കും വരുന്നത്. LP ആണെങ്കിൽ സൈക്കോമെട്രി ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ അതാണ് തേർഡ് സ്റ്റേജിൽ വരുന്നത്. സെക്കൻഡ് സ്റ്റേജ് ക്വാളിഫൈ ചെയ്തവർക്ക് തേർഡ് സ്റ്റേജ് എക്സാംസ് കൂടി എഴുതണം. പിന്നെ വരുന്നത് എന്താണ്, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ. നമ്മൾ കൊടുത്തിട്ടുള്ള, നമ്മുടെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കൊടുത്തിട്ടുള്ള എല്ലാ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ എൻറ്റർ ചെയ്തിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഒറിജിനൽ ആണോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യും. അതേപോലെ ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് ഒക്കെ ഇപ്പോഴേ എടുത്ത് വെക്കുക. ഓക്കെ, നോൺ ക്രീമി ലെയർ അതേപോലെ SC/ST സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഇപ്പോഴേ എടുത്ത് വെക്കുക. പിന്നെ എന്താണ്, മെഡിക്കൽ എക്സാമിനേഷൻ ഞാൻ പറഞ്ഞ A1 സ്റ്റാൻഡേർഡ് ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യും. ആ A1 സ്റ്റാൻഡേർഡ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങൾക്ക് ഈ ജോബിലേക്ക് നിങ്ങൾ കൺസിഡർ ചെയ്യുള്ളൂ. അതേപോലെ എല്ലാ ഇൻഫോർമേഷൻസും SMS RRB വെബ്സൈറ്റുകളിൽ ഉണ്ടാകും. അതേപോലെ എന്താണ്, SMS ആയിട്ടും ഇമെയിൽ വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിനെ അറിയിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് സ്റ്റേജിൽ എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് നോക്കിയാൽ, ഫസ്റ്റ് സ്റ്റേജിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 60 മിനിറ്റ് ആണ് വരുന്നത്. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ 75 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഒരു ക്വസ്റ്റ്യന് 1 മാർക്ക് വെച്ചിട്ടാണ്. ഒരു റോങ് ആൻസർ നിങ്ങൾ മാർക്ക് ചെയ്യുകയാണെങ്കിൽ 1/3 മാർക്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് അതിൽ നിന്ന് റിഡ്യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്, മിനിമം പാസ് പെർസെൻറ്റേജ്, നിങ്ങൾക്ക് ജസ്റ്റ് ഒരു വാല്യൂ മാത്രമേ പറയുന്നുള്ളൂ, ശരിക്കും ഇത്ര ആയിരിക്കില്ല എന്ന് വരുന്നത് കട്ട് ഓഫ് മാർക്കോ കാര്യങ്ങളോ പറയുന്നത്. മിനിമം പാസ് പെർസെൻറ്റേജ് ആണ്, ഫോർ എലിജിബിലിറ്റിക്കുള്ള മാർക്കാണ്, കട്ട് ഓഫ് മാർക്ക് അല്ല പറയുന്നത്. അതിൽ ജനറൽ കാറ്റഗറി അല്ലെങ്കിൽ EWS ആണെങ്കിൽ മിനിമം 40% മാർക്ക് വേണം. അതേപോലെ എന്താണ്, OBC നോൺ ക്രീമി ലെയർ ആണ് 30%, SC/ST ആണ് 30%, ST ആണെങ്കിൽ എത്രയാണ് 25%. ഇത് എക്സ് സർവീസ് മാൻസിനും എന്തായിരിക്കും ഇൻക്ലൂഡഡ് ആയിരിക്കും ആസ് പെർ ദ മൈനോറിറ്റി കമ്മ്യൂണിറ്റി. ഓക്കെ, പിന്നെന്താ പറയുന്നത്, അതിലുള്ള സിലബസുകൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് നോക്കിയാൽ നമുക്ക് മാത്സ് പഠിക്കേണ്ട, മാത്തമാറ്റിക്സ് ഉണ്ട്, അതുപോലെ മെന്റൽ എബിലിറ്റി ഉണ്ട്, ജനറൽ സയൻസ് ഉണ്ട്, അതേപോലെ എന്താണ് ജനറൽ അവയർനെസ്സും കാര്യങ്ങളും ഉണ്ട്. ജനറൽ സയൻസ് ഒക്കെ എന്താണ് 10th ലെവൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജിയുടെ 10th ലെവലിന്റെ ബേസ് ആയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും വരുന്നത്. മാത്സ് നിങ്ങൾക്ക് അറിയാം കുറെ സംഭവങ്ങളുണ്ട്, നമ്പർ സിസ്റ്റം, ബോർഡ് മാസ് റൂള്, എന്താണ് LCM HCF എല്ലാം എന്താണ് ഏറ്റവും ബേസിക് ക്വാളിഫിക്കേഷൻ. ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്, നിങ്ങൾക്ക് 10th മീൻസ് ITI ആണ് ബേസിക് ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത്. ITIക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, അതേപോലെ ബിടെക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, ഡിപ്ലോമക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. മെയിൻ ആയിട്ട് പിന്നെ ഏതൊക്കെ ബ്രാഞ്ചുകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളത് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് നമുക്ക് പറയാം. അപ്പോൾ ഈ എലിജിബിലിറ്റി ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, നമുക്ക് ITI ആണ് ബേസിക് ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത്. ബേസിക് ക്വാളിഫിക്കേഷൻ കഴിഞ്ഞിട്ട് ITI എന്ന് പറയുന്ന എല്ലാ ബ്രാഞ്ചുകാർക്കും, സിവിൽ ബ്രാഞ്ചും IT ബ്രാഞ്ചും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, ബാക്കി ഒരുവിധം എല്ലാ ബ്രാഞ്ചുകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഡിപ്ലോമക്കാർക്ക് അപ്ലൈ ചെയ്യാം, ഹയർ ക്വാളിഫിക്കേഷൻ BTech MTech ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. ഫസ്റ്റ് സ്റ്റേജ് ക്ലിയർ ചെയ്യാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഒരു പ്രോപ്പർ രീതിയിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. അതുപോലെ മെന്റൽ എബിലിറ്റിയിൽ തന്നെ എന്താണ്, കോഡിംഗ്
കോഡിംഗ്, ഡീകോഡിംഗ്, മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ്, റിലേഷൻഷിപ്പ്, അതേപോലത്തെ വെൻ ഡയഗ്രംസ്, അങ്ങനത്തെ കുറെ നമ്പർ സീരീസ്, അങ്ങനത്തെ കുറച്ച് ടോപ്പിക്കുകളൊക്കെയാണ് വരുന്നത്. പിന്നെ ജനറൽ സയൻസ് ആണ് 8, 9, 10 എന്താണ് ബേസിക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ക്ലാസ്സുകൾ. ജനറൽ അവയർനെസ്, കറന്റ് അഫയേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സയൻസ് ആൻഡ് ടെക്നോളജീസ്, അതുപോലെ എക്കണോമി, പൊളിറ്റി, കോൺസ്റ്റിറ്റ്യൂഷൻ, അങ്ങനത്തെ കുറച്ച് സബ്ജക്റ്റുകൾ, കാര്യങ്ങൾ, ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ആയിരിക്കും മെയിൻ ആയിട്ട് വരുന്നത്. സെക്കൻഡ് സ്റ്റേജ് എന്ത് വരുന്നുണ്ട്? SSC സെക്കൻഡ് സ്റ്റേജിൽ നിങ്ങൾക്ക് എന്ത് വരുന്നത്? ഫസ്റ്റ് സ്റ്റേജിൽ ക്വാളിഫൈ ചെയ്യുന്നതിന്റെ ഏകദേശം 15 മടങ്ങ് ആളുകൾ അല്ലെ. സെക്കൻഡ് സ്റ്റേജ് എത്രയാണോ വേക്കൻസി ഉള്ളത് അതിൽ 15 മടങ്ങ് ആളുകളെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? 15 ടൈംസ് ആണ് പറഞ്ഞത്. വേക്കൻസിയുടെ 15 മടങ്ങ് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? സെക്കൻഡ് സ്റ്റേജിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന വെച്ചാൽ നമുക്ക് ഓൾറെഡി അറിയാലോ, നമുക്ക് എന്താണ് സെക്കൻഡ് സ്റ്റേജ് എക്സാംസ് ക്വാളിഫൈ ചെയ്യണം. പിന്നെ എന്ത് ചെയ്യണം? നമുക്ക് അവിടെ ഒരു മെഡിക്കൽ എക്സാംസ് ഉണ്ട്, സൈക്കോമെട്രി ടെസ്റ്റ് കൂടി ഉണ്ട്. അപ്പൊ അതിനൊക്കെ ഒരുപാട് പേര് എന്ത് ചെയ്യാൻ ഔട്ടായി പോകാനുള്ള ചാൻസുകളുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ഫസ്റ്റ് സ്റ്റേജിൽ നിന്ന് ക്വാളിഫൈ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഓരോ കാറ്റഗറിനൊക്കെ അനുസരിച്ച് വരുന്നുണ്ട്. അപ്പൊ സെക്കൻഡ് സ്റ്റേജിൽ നമുക്ക് എക്സാം പാറ്റേൺ, സിലബസ് പാറ്റേൺ എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. 2 സ്റ്റേജുകളായിട്ടാണ് വരുന്നത്. പാർട്ട് എ ഉണ്ട്, പാർട്ട് ബി ഉണ്ട്. പാർട്ട് എ എന്ന് പറയുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും 2 മണിക്കൂർ, 2.5 മണിക്കൂറാണ് നിങ്ങൾക്ക് വരുന്നത്. 175 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അതിൽ പാർട്ട് എയിൽ 90 മിനിറ്റ് ഉണ്ട്, 100 ക്വസ്റ്റ്യൻസ് വരും. പാർട്ട് ബി എന്ന് പറയുന്നത് ഒരു ക്വാളിഫയിങ് എക്സാം ആണ്. അതിൽ മാർക്ക് നമ്മൾ എവിടെയും കൺസിഡർ ചെയ്യില്ല. അതിൽ എത്ര ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്? 75 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. 1 മണിക്കൂറാണ് നിങ്ങൾക്ക് എക്സാംസ് വരുന്നത്. അപ്പൊ പാർട്ട് എ എന്ന് പറയുമ്പോൾ യാതൊരു ചേഞ്ചും ഇല്ല. നേരത്തെ എന്താണോ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് അതിന്റെ സെയിം സംഭവങ്ങൾ തന്നെയാണ് വരുന്നത്. മാത്സ് ഉണ്ട്, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് വരുന്നുണ്ട്. പിന്നെ എന്താണ് ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ചെറിയൊരു ടോപ്പിക് അല്ലെ. അതിൽ നമുക്ക് ഇലക്ട്രിസിറ്റി അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഓൾറെഡി നമ്മൾ അതേ കാര്യങ്ങളൊക്കെ അവിടെ തന്നെ പഠിക്കുന്നുണ്ട്. നമ്മൾ ഫിസിക്സിലൊക്കെ ഓൾറെഡി പഠിക്കുന്ന ടോപ്പിക്കുകൾ തന്നെയാണ്. അങ്ങനത്തെ കുറച്ച് ടോപ്പിക് കൂടി എന്തായിരുന്നുണ്ട്? എഡീഷണൽ ആയിട്ട് കയറി വരുന്നുണ്ട്. വേറെ ചേഞ്ചുകളോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. അതിൽ എഞ്ചിനീയറിംഗ് ഡ്രോയിങ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് കൂടി എക്സ്ട്രാ വരുന്നുണ്ട്. നമ്മുടെ ഗ്രാഫിക്സിന്റെ പ്രൊജക്ഷൻസും കാര്യങ്ങളും, ഡ്രോയിങ്, ലൈൻസ് എങ്ങനെയാണ്, ഡ്രോയിങ് എങ്ങനെയാണ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കൂടി, സിമ്പിൾസ് കാര്യങ്ങൾ കൂടി നമുക്ക് ഇതിൽ എഞ്ചിനീയറിംഗ്, ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ടോപ്പിക്സിൽ കയറി വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ പാർട്ട് എയിലുള്ള ടോപ്പിക് മാത്രമേ എടുക്കുന്നുള്ളൂ. പാർട്ട് ബി എന്ന് പറയുന്നത് ഒരു ക്വാളിഫയിങ് എക്സാം ആണ്. അതിന്റെ മാർക്ക് നമ്മൾ എവിടെയും കൺസിഡർ ചെയ്യുന്നില്ല, റാങ്ക് ലിസ്റ്റിൽ എവിടെയും കൺസിഡർ ചെയ്യില്ല. അതിന് നമുക്ക് ഏകദേശം ഒരു 35% ക്വാളിഫിക്കേഷൻ മാർക്കായിട്ട് പറയുന്നത്. ഓക്കെ, പിന്നെന്താണ് പാർട്ട് ബിയിൽ അല്ലെ. പാർട്ട് ബിയിലുള്ള സിലബസ് 35% ആണ്. ഓൾ കാൻഡിഡേറ്റ്സ് ഇറസ്പെക്റ്റീവ് ഓഫ് കാറ്റഗറി, കമ്മ്യൂണിറ്റി ഒക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ മിനിമം 35% മാർക്ക് എന്തായാലും ഉണ്ടായിരിക്കണം. അതിന്റെ സിലബസ് നമുക്ക് ആ ഒരു ലിങ്ക് നിങ്ങൾ കണ്ടില്ലേ, ആ ഒരു വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ടെക്നിക്കൽ എഡ്യൂക്കേഷനാണ് DGT അതിന്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ .gov.in എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന്റെ സിലബസ് കാര്യങ്ങൾ, ട്രേഡ് സിലബസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ITI എക്സാംസ് ഒക്കെ ITI ട്രേഡ് സിലബസ് ആയിരിക്കും. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ആർക്കൊക്കെ ഇത് ക്വാളിഫൈങ് അല്ലെങ്കിൽ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നല്ലേ. അപ്പോൾ ക്വാളിഫിക്കേഷൻ ട്രേഡുകൾ ഏതൊക്കെയാണെന്ന് നോക്കി. കാൻഡിഡേറ്റ്സ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് കമ്പൈൻഡ് വേരിയസ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലുള്ള എല്ലാവർക്കും നമുക്ക് അപ്ലൈ ചെയ്യാം. ഇലക്ട്രോണിക്സ് ബ്രാഞ്ചുകളും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ബ്രാഞ്ചുകൾക്കും അപ്ലൈ ചെയ്യാം. മെക്കാനിക്കൽ ആൻഡ് കോമ്പിനേഷൻ ഓഫ് വേരിയസ് സ്ട്രീംസ്, അതിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടുള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാം. ഓട്ടോമൊബൈൽ എഞ്ചിനീയർക്കാർക്ക് അപ്ലൈ ചെയ്യാം. അതേപോലെ IT സിവിൽ എഞ്ചിനീയേഴ്സിന് ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതിൽ വരുന്ന ട്രേഡുകൾ ഇലക്ട്രിക്കൽ ആണെങ്കിൽ ഇലക്ട്രീഷ്യൻ, ഇൻസ്ട്രുമെന്റേഷൻസ്, വയർമാൻ, ആർമേച്ചർ, കോയിൽ, അതേപോലെ റെഫ്രിജറേഷൻ, എയർ കണ്ടീഷൻ, അതേപോലെ മെക്കാനിക് എന്ന് പറയുന്ന ടോപ്പിക്കുകളൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതേപോലെ ഇലക്ട്രോണിക്സ് ആണെങ്കിൽ ഇലക്ട്രോ മെക്കാനിക്സ്, മെക്കാനിക് എന്ന് പറഞ്ഞാൽ TV ആൻഡ് റേഡിയോന്റെ സാധനങ്ങൾ അപ്ലൈ ചെയ്യാൻ പറ്റും. മെക്കാനിക്കൽ ആണെങ്കിൽ ഫിൽട്ടർ, മെക്കാനിക്, അതേപോലത്തെ ഡീസൽ മെക്കാനിക്, ടേർണർ, മെഷീനിസ്റ്റ്, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ്, ഹീറ്റ് എഞ്ചിൻസ്, മെയിൻ്റനൻസ് മെക്കാനിക്സ്, മിൽറൈറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, ഹീറ്റ് എഞ്ചിൻ, അങ്ങനത്തെ ബ്രാഞ്ച് ട്രേഡുകാർക്കൊക്കെ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓട്ടോമൊബൈൽ ആണെങ്കിൽ മെക്കാനിക്, മോട്ടോർ വെഹിക്കിൾസിന്റെ ട്രാക്ടർ മെക്കാനിക്കിന്റെ, മെക്കാനിക് ഡീസൽ ഉണ്ട്, ഹീറ്റ് എഞ്ചിൻ ഉണ്ട്, റെഫ്രിജറേറ്റർ ആൻഡ് എയർ കണ്ടീഷനിങ് മെക്കാനിക്സ് വരുന്നുണ്ട്. ഈ ബ്രാഞ്ച് ട്രേഡുകാർക്കൊക്കെ ITI കഴിഞ്ഞിട്ടുള്ള ട്രേഡുകാർക്ക് അല്ലെങ്കിൽ ഡിപ്ലോമ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, ഓട്ടോമൊബൈൽ എടുത്ത എല്ലാവർക്കും അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ബ്രാഞ്ചുകൾ എടുത്ത എല്ലാവർക്കും, ഡിപ്ലോമ, BTech, MTech സ്റ്റുഡൻസിന് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി ഓരോ സോണിലും വരുന്ന വേക്കൻസീസ് എത്രയാണ് നോക്കിയാൽ, വേക്കൻസീസ് ഒക്കെ എങ്ങനെയാണ് വരുന്നത് നോക്കിയേ. നമുക്ക് 21 റെയിൽവേ സോണുകളാണ്. ആ 21 റെയിൽവേ സോണുകളിലെ എല്ലായിടത്തും നമുക്ക് എന്തില്ല, വേക്കൻസീസ് റിപ്പോർട്ട് ആയിട്ടില്ല. അപ്പൊ നമുക്ക് കുറെ സോണുകളുണ്ട്. ടോട്ടൽ വേക്കൻസി ആയിട്ട് പറയുന്നത് 9,970 വേക്കൻസീസ് ആണ്. അപ്പോൾ ഓരോ കാറ്റഗറിയിൽ എത്ര വേക്കൻസീസ് ഉണ്ടെന്നാണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത്. അതിലുള്ള വേക്കൻസീസ് അഹമ്മദാബാദ് ഉണ്ട്, അതുപോലെ അജ്മീർ, പ്രയാഗ്രാജ്, ഭോപ്പാൽ, ഭുവനേശ്വർ, ബിലാസ്പൂർ, ചണ്ഡീഗഡ്, ചെന്നൈ വരുന്നത് അല്ലെ. നമുക്ക് വരുന്ന ഒരു സോണാണ് ചെന്നൈ വരുന്നത്. സദേൺ റീജിയൻസിൽ വരുന്ന ഒരു സോണാണ്. ചെന്നൈയിൽ എത്ര വേക്കൻസിന്റെ ടോട്ടൽ? അൺറിസർവ്ഡിന് 155, SC 56,
ST എത്രയാണ് 37, OBC 73, EWS എത്ര 41, ടോട്ടല് 362 വേക്കൻസി ഉണ്ട്. അതേപോലെ എക്സ് സർവീസ് മാനിൽ എത്ര വരുന്നുണ്ട് 37 വേക്കൻസീസും വരുന്നുണ്ട്. പിന്നെന്താണ് ഗോരഖ്പൂർ, ഗുവാഹട്ടി, ജമ്മു, ശ്രീനഗർ സോണുകളുണ്ട്, അതൊക്കെ നോർത്തേൺ റീജിയൻ ആണ്. പിന്നെന്താണ് കൊൽക്കത്ത റീജിയൻ വരുന്നുണ്ട്, മാൽഡ റീജിയൻസ് വരുന്നുണ്ട്, മുംബൈ വരുന്നുണ്ട്, മുസാഫർപൂർ വരുന്നുണ്ട്, പാട്ന വരുന്നുണ്ട്, റാഞ്ചി വരുന്നുണ്ട്, സെക്കന്ദരാബാദ് വരുന്നുണ്ട്, സിലിഗുരി വരുന്നുണ്ട്, അതുപോലെ തന്നെ ട്രിവാൻഡ്രം വരുന്നുണ്ട്. പക്ഷെ ഇതിൽ ബാംഗ്ലൂർ സോൺ ഇതിൽ മിസ്സിംഗ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ലേറ്റസ്റ്റ് വരുന്നതിൽ നമുക്ക് ചെന്നൈ ഉണ്ട്, സെക്കന്ദരാബാദ് വരെ എടുക്കാം, അതുപോലെ എന്താണ് ട്രിവാൻഡ്രം സോൺ എടുക്കാം. സെക്കന്ദരാബാദിൽ തന്നെ ഏകദേശം 967 വേക്കൻസീസും 555 വേക്കൻസീസും വരുന്നത്. സെക്കൻഡ് റൗണ്ടിൽ നിന്ന് നമുക്ക് ആന്ധ്ര റീജിയനും അതേപോലെ ആ ഒരു റീജിയനാണ് നമുക്ക് മെയിൻ ആയിട്ട് കവർ ആവുന്നത്. അതേപോലെ എന്താണ് ചെന്നൈയുടെ കുറച്ച് ഭാഗങ്ങൾ കവർ ആവും. അപ്പൊ നമുക്ക് വർക്ക് പ്രൊഫൈൽ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു റീജിയനിലായിരിക്കും വർക്ക് വരുന്നത്. ട്രാൻസ്ഫർ എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക, നിങ്ങൾ ഏത് സോണിലാണോ അപ്ലൈ ചെയ്യുന്നത് അതേ സോണിലായിരിക്കും നിങ്ങൾക്ക് എന്ത് വരുന്നത് വർക്കിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ വരുന്നത് എന്താണ് തിരുവനന്തപുരമാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അതിൽ ടോട്ടൽ വരുന്നത് 148 വേക്കൻസീസ് ആണ്. ജനറൽ 55 വേക്കൻസീസും വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളത്. ഇപ്പൊ വിവിധ റെയിൽവേ വെബ്സൈറ്റുകൾക്ക് എവിടെയാണ് ഈ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുക എന്നുള്ളത് ഇത്തരം സോണുകളിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. അതിന്റെ വെബ്സൈറ്റുകൾ താഴെ കൊടുത്തിട്ടുണ്ട്. ആ വെബ്സൈറ്റുകൾ കയറിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ നമുക്കിപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒന്ന് സെക്കന്ദരാബാദ് ഉണ്ട്, ഒന്ന് ട്രിവാൻഡ്രം വരുന്നുണ്ട്, പിന്നെ നമുക്ക് ചെന്നൈ സോൺ ഉണ്ട്. അതാണ് ഏകദേശം ഒരു സദേൺ റീജിയൻ ആയിട്ട് നമുക്ക് കവർ ആയിട്ട് കിട്ടുന്നത്. ബാംഗ്ലൂരിൽ ഇപ്പൊ നമുക്ക് എന്ത് വന്നിട്ടില്ല, വേക്കൻസി ക്രിയേറ്റഡ് ആയിട്ടില്ല. ഇനി നെക്സ്റ്റ് ഇയർ ഒക്കെ ആയിരിക്കും. കാരണം ലാസ്റ്റ് ഇയർ വന്ന സമയത്ത് ബാംഗ്ലൂരിൽ നമുക്ക് ആഡ് ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നു വേക്കൻസീസ് കാര്യങ്ങളും. ഇത്ര കാര്യങ്ങളാണ് നമുക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളത്. അപ്പൊ നിങ്ങൾ അധികം ലേറ്റ് ആവാതെ നിങ്ങൾ എന്ത് ചെയ്യാം, ഇത് അതേപോലെ വേറൊരു കാര്യം കൂടി ഉണ്ട്. നിങ്ങൾക്ക് റെയിൽവേ നിങ്ങൾ എന്ത് ചെയ്യണം, OBC സർട്ടിഫിക്കറ്റ്, നോൺ ക്രീമിലെ സർട്ടിഫിക്കറ്റ്, SSC സർട്ടിഫിക്കറ്റ് ഒക്കെ എടുക്കുന്ന സമയത്ത് മിനിമം തഹസിൽദാരുടെ സൈൻ, ആ ഒരു കാറ്റഗറി ആ ലെവലിലുള്ള ആളുകളുടെ സൈന് വെച്ചിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു നോൺ ക്രീമിലെ സർട്ടിഫിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. ആ നോൺ ക്രീമിലെ സർട്ടിഫിക്കറ്റ് ഫോർമാറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ താഴെ നോട്ടിഫിക്കേഷന്റെ താഴെ നിങ്ങൾക്ക് താഴെ നോക്കി കാണാൻ അതിന്റെ ഫോർമാറ്റിൽ കിട്ടും. അതേ ഫോർമാറ്റിൽ നിങ്ങൾക്ക് വേണം എന്ത് എടുക്കാൻ വേണ്ടിയിട്ട് നോൺ ക്രീമിലെ സർട്ടിഫിക്കറ്റും അതേപോലെ SC ST ഏത് കാറ്റഗറിയാണ് നിങ്ങൾ എല്ലാ സർട്ടിഫിക്കറ്റിന്റെ ഫോർമാറ്റ് താഴെ കൊടുത്തിട്ടുണ്ട്. അതേ ഫോർമാറ്റിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാൻ എടുക്കാൻ നോക്കാം. സോ ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള നമ്മളെ ക്രാഷ് ബാച്ചുകൾ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ഡാറ്റ പ്രൊഫൈലുകളൊക്കെ നിങ്ങൾക്ക് നോക്കി കാണാൻ പറ്റും. ഒരുപാട് പേർക്ക് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ ഈ കഴിഞ്ഞ ALP ഫസ്റ്റ് സ്റ്റേജ് തന്നെ ഒരുപാട് പേർക്ക് നമുക്ക് മീൻസ് ക്വാളിഫൈ ചെയ്യിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള സെക്കൻഡ് സ്റ്റേജ് എക്സാംസ് ഇപ്പോൾ അല്ലെങ്കിൽ സെക്കൻഡ് സ്റ്റേജ് ക്ലാസ്സുകളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിവിധ സോണുകളുടെ വിവിധ ബ്രാഞ്ചുകളിൽ നമുക്ക് മെയിനായിട്ട് ഓഫ്ലൈൻ ക്ലാസ്സുകൾ വരുന്നത് കണ്ണൂർ, തൃശ്ശൂർ, പാലക്കാട് റീജിയൻസിലാണ് നമുക്ക് ഓഫ്ലൈൻ ക്ലാസ്സുകൾ വരുന്നത്. അതേപോലെ തന്നെ ഇതിന്റെ കേരളത്തിൽ എവിടെയാണെങ്കിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ എവിടെ ലോകത്ത് എവിടെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ഓൺലൈൻ ക്ലാസ്സുകളും കൂടി നടക്കുന്നുണ്ട്. ഓൺലൈൻ ക്ലാസ്സുകൾ ഈവനിങ് ക്ലാസ്സുകളായിട്ടായിരിക്കും നടക്കുന്നത്. ഈവനിങ് ഒരു 8 to 9:30 ആയിരിക്കും ക്ലാസ് ടൈമിംഗ് എന്ന് പറയുന്നത്. ആ ഒരു ടൈമിങ്ങിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓൺലൈനായിട്ട് ലൈവ് ക്ലാസ് ആയിട്ട് സൂം മീറ്റിങ്ങിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സുകൾ നിങ്ങൾക്ക് നമ്മുടെ ആപ്പ് ത്രൂ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് നമുക്ക് മെയിനായിട്ട് വരുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഒരു പുതിയ ബാച്ച് നമുക്ക് ഈ ഏപ്രിൽ അവസാനത്തോട് കൂടിയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാം, അഡ്മിഷൻസ് എടുത്ത് വെക്കാം. ഇനി അധികം ലേറ്റ് ആവരുത്. അതേപോലെ ക്വാളിഫൈഡ് ആയിട്ടുള്ളവർ അധികം ലേറ്റ് ആവാതെ നിങ്ങൾ അധികം ഡിലേ ചെയ്ത് ലാസ്റ്റ് ഡേറ്റിലേക്ക് വെക്കാതെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, നിങ്ങളെ അഡ്മിഷൻസ് എടുത്ത് വെക്കാം. സോ താങ്ക് യു.